കുവൈറ്റിലെ കുറച്ച് കാഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഇത് നോക്കൂ, ഇത് നിങ്ങൾ വിചാരിക്കും മുന്തിരിക്കുലകളാണെന്ന്. എന്നാൽ മുന്തിരിക്കുലകളൊന്നും അല്ല കേട്ടോ. ഇത് വളരെ വളരെ കൗതുകമാർന്ന ഒരു കാഴ്ച. കണ്ടു നോക്കിയിട്ട് ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ പറയും, കമൻറ്റിൽ രേഖപ്പെടുത്തും. നമുക്ക് കുറേ കാഴ്ചകളിലൂടെ കാണാൻ 2-3 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഇത് ആദ്യത്തെ പാർട്ടായിട്ട് തന്നെ കണ്ടോളൂ. കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കാഴ്ച നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക ഇതെന്താണ് ഏതാണെന്നുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ കുവൈറ്റിൽ തന്നെ കുവൈറ്റ് ഷർക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരുപാട് കാഴ്ചക്കാരും കാണികളും ഒക്കെ വരുന്ന, മീൻ പിടിക്കാനൊക്കെ ഒരുപാട് പേർ വന്ന് തിങ്ങിപ്പാർക്കുന്ന, വിസിറ്റേഴ്സ് ഒരുപാട് വന്ന് തിങ്ങുന്ന സ്ഥലമാണ് ഈ കുവൈറ്റ് ഷർക്ക് സൂക്ക് എന്ന് പറയുന്നത്. ഈ സൂക്ക് ഷർക്ക് വലിയൊരു മാളുണ്ട്. ആ മാള് തന്നെ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലും ഈ കടലിലേക്കുള്ള ഒരു നീണ്ട ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടി പോകുന്ന യാത്രയിലേക്ക്, ആ പാലത്തിൽ നടക്കുന്ന കാഴ്ചയിലേക്കും എല്ലാം നിങ്ങളെ ഓരോരുത്തരെയും സദയം ക്ഷണിക്കുന്നു. നിങ്ങളുടെ കാഴ്ചകൾക്ക് കുളിർമയേകാനും വിസ്മയമൊരുക്കുവാനും ഈ വീഡിയോയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. പോകാം നമ്മുടെ ഈ കാഴ്ചയിലേക്ക്. നോക്കി, കടലിൽ തിരമാലകൾ, നമ്മുടെ നാട്ടിലെ കടലിലൊക്കെ നല്ല തിരമാല ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടാകും. ഇവിടെ ചലനം പോലും ഇല്ലാതെ കിടക്കുന്ന കടൽ, ചെറിയൊരു അനക്കം മാത്രം. അങ്ങകലെ നോക്കൂ, ഒരു ബോട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അവരെല്ലാം മീൻ പിടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കടലിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു പാലം. 1 കിലോമീറ്ററിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അതിൽ നടൽപ്പന്തലും കാര്യങ്ങളുമൊക്കെ കെട്ടി, വിശ്രമ കേന്ദ്രങ്ങൾ കെട്ടി, നല്ല അടിപൊളി ഒരു പാലം. ആ പാലത്തിലെ കാഴ്ചകളാണ് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പോയാലോ ആ കാഴ്ചയിലേക്ക്? ദാ ഇവിടെ തുടങ്ങുന്നു ഈ പാലത്തിൻ്റെ കാഴ്ചകൾ. കടലിൻ്റെ കുറുക്കെ ഒരു പാലം. ഈ പാലത്തിൽ ഒരുപാട് പേര് മീൻ പിടിക്കാനൊക്കെ ഉണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടുത്തം. കടലിൻ്റെ സെൻറ്ററിൽ കൂടി ഈ കാണുന്ന ഈ പാലത്തിൽ ഒരുപാട് പേര് മീനൊക്കെ പിടിച്ച് അടിച്ച് പൊളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? കടലിൻ്റെ സെൻറ്ററിൽ കൂടി അടിപൊളിയായിട്ടൊരു ബോട്ട് പാഞ്ഞ് പോകുന്ന നോക്കിയേ. വളരെ ദൂരെ കൂടിയാണ് പോകുന്നത്. നമ്മൾ സൂം ചെയ്ത് പിടിച്ചപ്പോൾ ഇങ്ങനെ കാണാം. കണ്ടില്ലേ? ഇപ്പോൾ ചെറുതായി പോയില്ലേ? അത് വളരെ ദൂരെയായിരുന്നത്. ഈ കടലിൻ്റെ 2 ഭാഗം കടലിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഈ ഒരു പാലം കാണുന്നത്. കണ്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ട ബോട്ട് പോകുന്നു. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നുണ്ട് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ദൂരേക്ക് പോകാം. ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി ചെറിയൊരു നടപ്പന്തൽ പോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഈ കടലിൻ്റെ ഈ പാലത്തിൽ ഞാനും കയറി കഴിഞ്ഞു.
പാലത്തിൽ കയറി, പക്ഷേ പാലത്തിൻ്റെ എൻഡിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് പോകാനുണ്ട് അങ്ങോട്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്, മീനൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും കറങ്ങാൻ വരുന്നൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, ആരോ ചൂണ്ടയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ചൂണ്ടയുടെ നൂല് പോയിരിക്കുന്നുണ്ട്. ചൂണ്ടയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് തന്നെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ പിടുത്തത്തിലാണ്. ഇതൊക്കെ ഒരുപാട് പേര്. മീനെല്ലാം പിടിച്ച് കുറേ മീനൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്ത് മീനാണെന്നറിയില്ല. നല്ല അടിപൊളിയൊരു മീൻ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. പല പല ചൂണ്ടകൾ ഇവിടെ നിരന്നിരിപ്പുണ്ട്. സലാം അലൈക്കും. മാഷാ അല്ലാ. വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചു. ഒരുപാട് പേരുണ്ട്. ഇഷ്ടം പോലെ ആൾ, നടപ്പന്തൽ പോലെ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആ പാലത്തിൻ്റെ അവസാനം വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലം ഈ നടപ്പന്തൽ പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഏകദേശം കടലിൻ്റെ ഇങ്ങോട്ട് കടന്ന് വന്നു കഴിഞ്ഞു. ഇവിടെ നോക്കി, ഒരുപാട് പേര് ഇവിടെ നിന്നും ചൂണ്ടയിടുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരുപാട് പേർക്ക് മീനൊക്കെ കിട്ടി. മഞ്ഞുള്ളത് കൊണ്ട് തന്നെ ദൂരെ കാണുന്ന വീഡിയോ കാണുന്ന ബിൽഡിങ്ങുകളൊന്നും കാണാൻ കഴിയുന്നില്ല. നല്ല മഞ്ഞുള്ളത് കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നില്ല. ഒക്കെ അമ്പരചുംബികളായ ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ മഞ്ഞ് കാരണം കാണാൻ കഴിയുന്നില്ല. എല്ലാവരും മീൻ പിടിച്ചാൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. लगा रहे ऑक्टोपस जैसा कटर फिश बोलते हैं ना, कटलर फिश। हाँ, कटलर फिश ऑक्टोपस जैसा ही है। ചൂണ്ടയിലേക്ക് കൊരുത്ത് കയറ്റുന്നുണ്ട്. ऑक्टोपस और क्या बोलते हैं, क्या वेट है? हाँ वो वेट वही तो नीचे जाते हैं थोड़ा थोड़ा. വളരെ ദൂരെ ചെന്ന് വീണു. मछली है लेकिन धूप नहीं है, धूप नहीं है इसके लिए मछली नहीं मिल रहा. आया धूप होता है ना, हाँ, तब मच्छी मिलेगा. हाँ, ज़्यादा उधर बहुत आदमी लोग को मिल रहा है. हाँ, എന്നാൽ വെയിലില്ലാത്തതുകൊണ്ടാണ് മീൻ കൂടുതൽ കിട്ടാത്തതെന്നൊക്കെയാണ് പറയുന്നത്. വെയിലുണ്ടെങ്കിൽ മീൻ മുകളിലോട്ട്. ആ, പറയുന്നതുകൊണ്ട് അവിടെ കാണുന്ന ആ കല്ല് പോലെ കൂടിക്കിടക്കുന്നില്ലേ, അതിൻ്റെ സൈഡിലൊക്കെ വലിയ വലിയ മീനുണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങാൻ കഴിയത്തില്ല.
അങ്ങ് വളരെ ദൂരെയാണ് ബോട്ട് കിടക്കുന്നത്, മീൻപിടുത്തമാണ് കിടക്കുന്നത് വളരെ ദൂരെ. അതിനെ നമ്മൾ ഇനി അടുത്തെത്തിച്ച് നോക്കാം. കണ്ടില്ലേ, ഏകദേശം ഇനി അടുത്തെത്തി കഴിഞ്ഞല്ലേ. അതുകൊണ്ട് ഒരു ബോട്ട്, മീൻ പിടിക്കാനുള്ള ആൾക്കാർ പോകുന്നുണ്ട്. മീൻപിടുത്തത്തിന് അടുത്ത ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുക. അല്ലേ बोला ना इधर छोटा मछली है. ഇതൊക്കെ ഒരു മീൻ, ചെറിയൊരു മീൻ കിട്ടി, इधर छोटा मछली. ചെറിയൊരു മീൻ കിട്ടി. അതിന്